എങ്ങനെ നല്ല ഈസി ആയിട്ട് പാലട തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിത്രൂസ് റെസിപ്പീസ് പാലട എന്ന് അടിച്ചാൽ കുറേ വെറൈറ്റി രീതികൾ നിങ്ങൾക്ക് കിട്ടും. ഇതും അതെ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതിനുവേണ്ടി ഞാനിതിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കേട്ടോ പഞ്ചസാര എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാര മാത്രം മതി, വെള്ളമൊന്നും ഒഴിക്കല്ലേ. ഇനി അതിലോട്ട് നമ്മൾ തിളപ്പിച്ച പാല്, അതായത് ഒരു കപ്പ് പാല്, തിളപ്പിച്ച പാല് കേട്ടോ. ഞാനിപ്പോൾ അത് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു. നിങ്ങൾ പാലും പാത്രത്തിൽ ചൂടാക്കി എടുക്കുകയാണ് ഒന്നുകൂടി നല്ലത്. നമ്മൾ അതിലോട്ട് ഒഴിക്കുമ്പോഴേ പെട്ടെന്ന് കയ്യുമ്മിക്ക് ആവി തട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ 1 കപ്പ് പാല് വേണം. ഇതൊഴിച്ചിട്ട് നല്ല ഒന്ന് ചൂടാക്കുക. അപ്പം തന്നെ തീ ഓഫ് ചെയ്തോ, പിന്നെ തീ കത്തിക്കാനൊന്നും നിൽക്കണ്ട. അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒഴിച്ച ഉടനെ നിങ്ങൾക്ക് തോന്നും പാല് പിരിഞ്ഞ പോലെ. അതൊന്നും നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട. ആ പതയൊക്കെ പോയി കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ അതൊക്കെ സെറ്റായി വരും. നമുക്കൊന്ന് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കൂടിയും വേണം. അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കണതിൻ്റെ മുന്നേ അതിലോട്ട് ഒരു ചെറിയ കഷ്ണം, ഒരു 2 സ്പൂണ് ഒക്കെ ആവാം, 2 സ്പൂണ് ടേബിൾ സ്പൂണല്ല, 2 സ്പൂണോളം എന്താ പറയുക ബട്ടറും ചേർത്ത് ഇളക്കിയിട്ട് അതിനെ മാറ്റി വയ്ക്കുക. പാല് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആവി വരും. അപ്പോൾ അത് സൂക്ഷിച്ചോളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം 2 സ്പൂണ് അത്രയും വരുള്ളൂ, കൂടുതലാവണ്ട. ബട്ടറും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഈ സാധനം നമുക്കത് മാറ്റി വയ്ക്കാം. നല്ലോണം ചൂടാറട്ടെ. തീ ഓഫ് ചെയ്ത് കൊടുത്തോളൂ. ഇനി അത് ആ പഞ്ചസാരയുടെ ചൂടിലിരുന്നിട്ടാണ് അതിങ്ങനെ തിളച്ച് വരുന്നത്. അതവിടെ ചൂടാറട്ടെ. ഒരു സൈഡിലിരുന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും. ഒന്നും വിഷമിക്കേണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പാലിൻ്റെ പരിപാടിയുള്ളൂ. അതായത് 2 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പാണ് നേരത്തെ ഞാൻ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ, പഞ്ചസാര ഉരുക്കണയിൽ. അപ്പോൾ ആ 1 കപ്പ് പാൽ അതിൽ കുറഞ്ഞുവല്ലോ. അപ്പോൾ ആ പാല് നമ്മൾ എടുത്ത അതേ കപ്പിൽ തന്നെ പാലിന് പകരം അങ്ങോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ബാട്ടർ സമ്പ്രദായം, ബാർട്ടറല്ലേ എന്താണോ ദൈവമേ പോയി കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പാല് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ അങ്ങോട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ പഞ്ചസാര ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം, ചൂടോടെ കൊണ്ടുപോയി അടിക്കല്ലേ, പൊട്ടി തെറിക്കിട്ട മിക്സി ആകെ. അതൊന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. നമ്മുടെ പാലൊന്ന് തിളച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഇത് തിരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അത് ആ പാല ചൂടോടെ അതിലേക്ക് ഒഴിക്കുമ്പോൾ അത് അതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ആ മിക്സിയിൽ എന്തായാലും നമുക്കതൊന്ന് ഇട്ട് അടിക്കണം. എന്നാലാണ് ആ ഒരു ഇത് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഈ കൂട്ടിൻ്റെ ഒരു ടേസ്റ്റ്, ആ ബട്ടറൊക്കെ അതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആ കൊഴുപ്പും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും പഞ്ചസാര ഉരുക്കിയിട്ട് അവസാനം ചേർത്താൽ പോരെ. അതൊക്കെ ഓരോ രീതികളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര നമ്മൾ അവസാനം ഉരുക്കി ചേർക്കുമ്പോൾ, പഞ്ചസാര മാത്രം ഉരുക്കി ചേർക്കുമ്പോഴൊക്കെ ഇതിൽ ഈ കാരമൽ ചെയ്തതിൻ്റെ ഒരു മണവും അതുപോലെ രുചി മുന്നിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. പക്ഷേ ഇതുപോലെ നിങ്ങൾ പഞ്ചസാര പാലും ബട്ടറും ചേർത്ത് ഉരുക്കി അത് പാല് തിളച്ച ഉടനെ തന്നെ ഇതുപോലെ ചേർത്ത് നിങ്ങൾ പാലട വെച്ച് നോക്കിയേ. ഒരിക്കലും പറയില്ലേ ഇതിൽ കാരമൽ ചേർത്തിട്ടുണ്ടോ, അല്ലാതെ പിന്നെ എന്നിട്ടാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു ഇതും നമ്മുടെ നാവുമ്മയ്ക്ക് വരില്ല. ശരിക്കും പാല് കുറുകി വറ്റിയ രുചി തന്നെ കിട്ടും. ഇനിയിപ്പോൾ എല്ലാവർക്കും കുറേ പേര് ചോദിക്കും ഇത്തിരി പഞ്ചസാര കയറ്റി ഒഴിച്ചാൽ പോരെ, എന്തിന് ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്യണേ, അവസാനത്തിൽ ഒഴിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ ഒഴിക്കണതിന് വേറെ രുചിയാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ ഈ കാര്യം. ഇനി ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒഴിച്ചു കൊടുക്കണോണ്ട് ഒരു മെച്ചമുണ്ട്. നമ്മൾ ഇതേ കൂട്ട് ഇങ്ങനെ നിർത്താതെ വട്ടം കറങ്ങി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ ആ പഞ്ചസാര കരിച്ചതല്ല പഞ്ചസാര നമ്മൾ പാലും ചേർത്ത് ആ കുറുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ തന്നെ കിടന്ന് തിളച്ചോളും. നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് പതഞ്ഞ് താഴെ പോവുമെന്ന് പേടിച്ചിട്ടൊന്നും നമ്മൾ ഇളക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ അവിടെ കിടന്ന് അതിൻ്റെ പണി നോക്കിക്കോളും. കണ്ടോ, ഇനി 2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ലിറ്റർ പാല് 1 ലിറ്റർ ആവണ വരെ നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേനും ഈ കളറും ഈ പരിവായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മുടെ അട, ഞാനൊരു കാര്യം പറയട്ടെ, ഈ അട ഞാൻ വീട്ടിലുണ്ടാക്കിയതാട്ടോ. സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലെങ്കിൽ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേനെ. അടയുടെ അളവ് ഞാൻ പറയാം. 100 ഗ്രാം അട ആണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലോണം വേവിച്ചിട്ടുള്ള, നിങ്ങൾ വീട്ടിലുണ്ടാക്കാത്ത അടയാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി നല്ലോണം അതിലെ പൊടിയൊക്കെ കളഞ്ഞ് പച്ചവെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകിയിട്ടേ ഇതിലോട്ട് ഇടാവോട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. ഈ അട ഞാനിവിടെ ഉണ്ടാക്കിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ വീട്ടിലുണ്ടാക്കിയ അടയ്ക്കൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ 2 ലിറ്റർ പാൽ
പാല് നമ്മൾ 1 ലിറ്റർ ആവണ വരെ ഇതുപോലെ കുറുക്കണം. പാല് തിളച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ചില ബർണറുകൾക്ക് അനുസരിച്ചിരിക്കും. എനിക്കിവിടെ 1.5 മണിക്കൂർ പാല് തിളച്ചതിന് ശേഷം 1.5 മണിക്കൂർ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേനും എനിക്ക് പാല് പകുതിയായി വറ്റി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, അട ചേർത്തതിന് ശേഷം പിന്നെ ഒരു 2 തിളച്ചാൽ മതി അടയിലെ വെള്ളം പോകാനായിട്ട്. അതിന് ശേഷമാണ് ഇനി ബാക്കി പഞ്ചസാര. അതായത് ടോട്ടലി നമുക്കിതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര മതി നമുക്ക്. ആദ്യം നമ്മൾ 1/2 കപ്പോളം പഞ്ചസാരയാണ് നമ്മൾ നമ്മൾ പാലൊക്കെ ചേർത്ത് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പഞ്ചസാര മുഴുവൻ ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലോണം ചേർത്ത് ഇളക്കുക. ഒന്ന് ചൂടായാൽ മതി, കണ്ടോ, ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേനും തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. ഞാനത് കാണിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും പായസങ്ങളിൽ ഉപ്പ് ചേർക്കുന്നത് കാണിക്കുമ്പോൾ ഇതെന്തിനാ പായസത്തിൽ ഉപ്പ് ചേർക്കണേ എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എപ്പോഴും പാലടയിൽ ഉപ്പ് ചേർക്കും, അല്ലെങ്കിൽ ഒരു പച്ചള ചുവ എടുത്തിട്ട് നിൽക്കില്ല. അതുപോലെ തന്നെ ഒരു പായസം കുടിക്കുമ്പോൾ മധുരം എന്തോ ഒരു കുറവുള്ള പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് ചേർക്കാറുണ്ട്. ഇനി ഇതാണ് നമ്മുടെ പായസം തണുത്തതിന് ശേഷമുള്ള രൂപം. നേരത്തെ ഇത്തിരി ലൂസുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ വീഡിയോയിൽ? പക്ഷേ ആ ഒരു പരുവത്തിന് ഇറക്കി വെച്ചാലാണ് നമുക്കിത് ഈ ഒരു പരുവത്തിൽ പൊളിയായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതി വരിക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ വെറുതെ തള്ളി മറിക്കണതല്ല, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നല്ല കുറുകി. ആ പഞ്ചസാര നമ്മളങ്ങനെ കരിയിച്ച് അവസാനം ഒഴിക്കുകയാണെങ്കിലും വെറുതെ പഞ്ചസാര കരിച്ചൊഴിക്കുമ്പോഴും ആ ഒരു മണം ഉണ്ടാവാറുണ്ട്. ഈ പായസത്തിന് അങ്ങനത്തെ ഒരു മണം ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഓണത്തിന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഹാപ്പി ഓണം.